അഷ്റഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 3-ാമത്തെ അധ്യായം അകലങ്ങളിൽ വീണ്ടും വീണ വെളിച്ചം. അധ്യായം 3 അകലങ്ങളിൽ വീണ്ടും വീണ വെളിച്ചം. മഴയുടെ കനത്തിൽ കാറ്റ് നിറഞ്ഞു പുളഞ്ഞു. ആ കാട്ടിൽ പകലും രാത്രിയും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതായി. കാടിൻ്റെ ഹൃദയത്തിലേക്ക് സെൽമ ഉറപ്പില്ലാതെ നടന്നുകൊണ്ടിരുന്നു. കാലിൽ തട്ടി വീഴുന്ന പീലിയിലകളിൽ നിന്നും ശീതളമായ സ്പർശം അവളുടെ നീണ്ടു നിൽക്കുന്ന ചിന്തകളെ ക്ഷമയോടെ ഓർത്തെടുക്കുന്ന അനുഭവമായി മാറിയിരുന്നു. ആദ്യം അവൾക്ക് തോന്നിയത് ഇതെല്ലാം ഭ്രമമല്ലേ എന്നാണ്. പിന്നീട് അവളെ ഒപ്പം പിടിച്ചു നയിച്ച പ്രകൃതിയുടെ അതിവിശിഷ്ടമായ കൈകൾ അവളെ പ്രണയത്തോടെ ഊട്ടുകയായിരുന്നു. ദേവദാരുവിനെ മറക്കാനാകില്ല. അത് ഇനിയൊരു മനുഷ്യനല്ല, അതൊരു പ്രണയരൂപമാണ്. മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും ഇടയിൽ പെട്ടുപോയ ഒരു ആത്മാവിൻ്റെ ദേഹം. അത് തളിർപ്പൊട്ടിയ സ്നേഹമാണ്, വേരുകൾ പോലെ വ്യാപിച്ചു നീങ്ങുന്ന ദാഹം. രാത്രിയുടെ ചിറകുകൾ വിടർന്നപ്പോൾ മുസ്തഫ നടന്നു. കുളിരും ഇരുട്ടും നിറഞ്ഞ പാതകളിലൂടെ. അയാൾ തനിച്ചായിരുന്നു. തൻ്റെ ഉള്ളിൽ ആഴത്തിൽ ആവിഷ്കരിച്ച ഗുരുവിൻ്റെ ഉറവുകളിലേക്ക് അയാൾ വീണ്ടും തിരികെ പോകുകയായിരുന്നു. 3-ാം കണ്ണ് തുറക്കാൻ കാത്തിരിപ്പുണ്ടോ? ആ ശബ്ദം അയാൾക്ക് സ്വപ്നങ്ങളിലൂടെ ആയിരുന്നില്ല, അയാളുടെ സ്വന്തം ശ്വാസത്തിലൂടെ ഉയർന്ന ഒരു ഓർമ്മ ശബ്ദമായിരുന്നു. സൽമയുടെ സ്പർശം എൻ്റെ ആത്മാവിനെ തുറന്നു. മുസ്തഫ സത്യം പോലെ തിരിച്ചറിഞ്ഞു. അതിനു മുമ്പ് മുസ്തഫയുടെ ജീവിതം വചനങ്ങളില്ലാത്തൊരു പ്രാർത്ഥന പോലെയായിരുന്നു. സൽമയെ കാണുന്നതുവരെ മരിച്ചുപോയ അർത്ഥങ്ങൾക്കിടയിൽ അയാൾ ജീവിച്ചതായിരുന്നു. പക്ഷേ സൽമയുടെ കണ്ണുകളിലൂടെ അയാൾക്ക് സ്വന്തം മരണത്തെ കാണാൻ കഴിഞ്ഞു. സൽമ, അവൾ വീണ്ടും കാടിലേക്ക് തിരിയുകയായിരുന്നു. ദേവദാരുവിൻ്റെ സ്പർശം അവളെ ഒരു സ്ത്രീയായി പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ അതിൽ തീരില്ലാത്ത ദാഹമുണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ ദേഹത്തേക്കാൾ ആത്മാവിനാണ് സൽമ തിരഞ്ഞത്. ദേവദാരു വീണ്ടും അവളെ വിളിച്ചു, മണ്ണിനടിയിൽ നിന്നും മുഴങ്ങുന്ന പോലെ. സൽമ, നീ വീണ്ടും വരുമോ? വരാം, അവൾ ചെറുതായി ഉണർത്തി തല ചൊറിയും പോലെ പറഞ്ഞു. പക്ഷേ ഈ തവണ ഞാൻ മുഴുവനായിരിക്കണമെങ്കിൽ എന്നെ തിരികെ നഷ്ടപ്പെടാതെ നോക്കണം, സൽമ മൊഴിഞ്ഞു. അഷ്റഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 3-ാമത്തെ അധ്യായം അകലങ്ങളിൽ വീണ്ടും വീണ വെളിച്ചം ഇവിടെ അവസാനിക്കുന്നു.